ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാക് സൈനികർ കൊല്ലപ്പെട്ട സംഭവം. US ഷംസിയിലെ വ്യോമസേനാ താവളം ഒഴിയുന്നു. ഫിലിപ്പൈൻസിൽ യാത്രാവിമാനം തകർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടു. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്ന വർഷം. ഞാൻ ജയൻ ശാസ്ത്രമംഗലം. വാർത്തകൾ വിശദമായി. പാകിസ്ഥാനിലെ ഷംസി വ്യോമസേനാ താവളത്തിൽ നിന്ന് 5 പൈലറ്റില്ലാ ചാരവിമാനങ്ങൾ കൂടി US മാറ്റി. 11-നകം താവളം അടച്ചുപൂട്ടാൻ പാക് ഭരണകൂടം നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നീക്കം. പാകിസ്ഥാനിലെ ഷംസി വിമാനത്താവളത്തിൽ നിന്ന് US സൈന്യം ഒഴിഞ്ഞുപോയി തുടങ്ങി. പാക് സൈനികർക്ക് നേരെ നാറ്റോ സേന നടത്തിയ ആക്രമണത്തിൽ 24 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് നാറ്റോ സേന തമ്പടിച്ചിരുന്ന ഷംസി വിമാനത്താവളം അടച്ചുപൂട്ടാൻ പാകിസ്ഥാൻ ഭരണകൂടം ഉത്തരവിട്ടിരുന്നു. ഇതിനുള്ള അന്തിമ കാലാവധി ഡിസംബർ 11 അവസാനിക്കാനിരിക്കെയാണ് ഇവിടെ നിന്ന് US സേന ഒഴിഞ്ഞു തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി 5 പൈലറ്റില്ലാ ചാരവിമാനങ്ങൾ കൂടി US സേന അവിടെ നിന്ന് മാറ്റി. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള താവളത്തിൽ നിന്നും എല്ലാ സൈനിക ഉപകരണങ്ങളും US സേന നീക്കം ചെയ്തിട്ടുണ്ട്. ഇതിനായി പ്രത്യേക ജോലിക്കാരെ ഉപയോഗിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലേക്കാണ് ഇവ കൊണ്ടുപോയിരിക്കുന്നത്. US സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലെ അവരുടെ താമസ സ്ഥലം ഒഴിഞ്ഞു. 1992 മുതൽ UAE പണയത്തിനെടുത്തിരുന്ന ഷംസി എയർബേസ് 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തോടെ UAE ഭരണകൂടം US സേനയ്ക്ക് നൽകിയിരുന്നു. ചെറുവിമാനങ്ങൾ മാത്രം ഇറക്കാൻ സൗകര്യമുണ്ടായിരുന്ന എയർബേസിലെ റൺവേ ഇന്ന് കൂടുതൽ വലുതാക്കി. ഇപ്പോൾ വലിയ വിമാനങ്ങൾക്കും ഷംസി എയർബേസിൽ ഇറങ്ങാനാകും. നാറ്റോ സേന എയർബേസ് ഒഴിഞ്ഞതോടെ UAE ഗവൺമെന്റ് വിമാനത്താവളം തിരിച്ചെടുത്തു കഴിഞ്ഞു. ഫിലിപ്പൈൻസിലെ മനിലയിൽ സ്കൂളിന് സമീപം വിമാനം തകർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടു. വിമാനത്തിൽ നിന്ന് പുക ഉയർന്ന സാഹചര്യത്തിലാണ് അപകടമുണ്ടായത്. ഫിലിപ്പൈൻസിൽ ചെറുവിമാനം സ്കൂളിലേക്ക് ഇടിച്ചു കയറി 13 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ. ഫിലിപ്പൈൻസിന്റെ തലസ്ഥാനമായ മനിലയിലാണ് സംഭവം നടന്നത്. സ്കൂളിലേക്ക് ഇടിച്ചു കയറിയ വിമാനം വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതായി പരാനാക്യൂ സിറ്റി മേയർ ഫ്ലോറൻസിയോ ബെർണൽ പറഞ്ഞു. മരിച്ചവരിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു. വിമാനം ഇടിച്ചിറങ്ങിയ സമയത്ത് സ്കൂളിൽ ക്ലാസ് ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് മരണപ്പെട്ടത്. എന്നാൽ മരിച്ചവരുടെ എണ്ണം സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റ്, കോ പൈലറ്റ് എന്നിവർ കത്തിക്കരിഞ്ഞുപോയി. 6 മുതൽ 8ഓളം പേർക്ക് സഞ്ചരിക്കാവുന്ന ബീച്ച് ക്രാഫ്റ്റ് ക്യൂൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പറന്നുയർന്ന ഉടൻ തന്നെ പൈലറ്റ് അപകട സൂചന നൽകിയിരുന്നതായും വിമാനം എയർപോർട്ടിൽ പെട്ടെന്നിറക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നും സിവിൽ വ്യോമയാന അതോറിറ്റി തലവൻ റാമോൺ ഗുറ്ററസ് പറഞ്ഞു. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. മാനുഷിക മൂല്യങ്ങളെയും അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും അടയാളമാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പ്രഖ്യാപിച്ചത്. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. 1948 ഡിസംബർ 10 മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള ആഗോള പ്രഖ്യാപനം നിലവിൽ വന്നത്. മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾ അവരുടെ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങി. ഇതിന്റെ പ്രചരണത്തിനായി അവർ കൂടുതലായും ഉപയോഗിച്ചത് ഇന്റർനെറ്റ് പോലുള്ള മാധ്യമങ്ങളെയാണ്. Many found their voices through social media. They use the internet and instant messaging to inform, inspire and mobilize supporters to seek the basic human rights to which we are all entitled. Like never before, they drove human rights issues into the conventional media headlines as well as onto Twitter, YouTube, Facebook and other social media. ലോകത്തിൽ ഈ വർഷമുണ്ടായ മാറ്റങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ടുണീഷ്യ, ഈജിപ്ത്, വടക്കേ ആഫ്രിക്ക, ഗൾഫ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിന്റെ ഓളങ്ങളെത്തി. The world has been transfixed and transformed
by the example of these ordinary but committed men, women and children in Tunisia, Egypt and elsewhere in North Africa and the Middle East. സർക്കാരുകൾ ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ സംഭവങ്ങൾക്കെതിരെ ജനങ്ങൾ ഒന്നായി തെരുവിലിറങ്ങുന്ന കാഴ്ചകളും ഇപ്പോൾ സജീവമാണ്. What an extraordinary year 2011 has been for human rights. Millions of people decided the time had come to claim their rights. They took to the streets and squares and demanded change. സമാധാനപരമായിരുന്നു പല സമരങ്ങളും. ഇത് പലയിടങ്ങളിലും ലംഘിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏകാധിപതികളായ പല ഭരണാധികാരികളും ജനകീയ വിചാരണയ്ക്ക് വിധേയരായി. ഗദ്ദാഫിക്കെതിരെ നടന്ന സമരം അവസാനിച്ചത് വർഷങ്ങളോളം ലിബിയയെ ഭരിച്ച ഇദ്ദേഹത്തിന്റെ മരണത്തോടെയായിരുന്നു. അമേരിക്കയിലും ലണ്ടനിലും ഇന്ത്യയിലും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന ജനകീയ സമരങ്ങൾക്കും വൻ മാധ്യമ ശ്രദ്ധയാണ് കിട്ടിയത്. എന്നാൽ ഇന്നും കോടിക്കണക്കിന് ജനങ്ങൾ മനുഷ്യാവകാശത്തിനായി പോരടിക്കുകയാണ്. Their peaceful activism has spread in other forms and other ways to Madrid, New York, London and other towns and cities across the globe. ചെറിയ സ്ഥാപനങ്ങളിൽ മുതൽ വലിയ രാജ്യങ്ങളിൽ വരെ പ്രകടമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഉരുക്കുമുഷ്ടികൾ ഉപയോഗിച്ച് ആരെയും എല്ലാ കാലവും ഭരിക്കാൻ കഴിയില്ല എന്ന വലിയ സന്ദേശം ഭരണാധികാരികൾക്ക് നൽകിയ വർഷമായിരുന്നു കഴിഞ്ഞുപോകുന്നത്. This is one of those moments in history when we have an unprecedented opportunity to bring closer to reality mankind's acclaimed goal of gaining respect for human rights for everyone, everywhere. Let us seize the moment. ഇന്ത്യയിൽ അഴിമതിക്കെതിരെ നടന്ന സമരവും ജനശ്രദ്ധ നേടി. അധികാരികൾക്കെതിരെ ജനകീയ ആയുധമായി സോഷ്യൽ നെറ്റ്വർക്കുകൾ മാറി. ഇതിന് നിയന്ത്രണമാണ് അടുത്ത പടിയെന്നാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും പ്രകടമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ വച്ചുപൊറുപ്പിക്കാനാകില്ലെന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശം. ബോസ്റ്റണിലെ ഒക്യുപൈ ക്യാമ്പുകൾ പോലീസ് പൊളിച്ചു നീക്കി. ബോസ്റ്റണിലെ ക്യാമ്പിൽ തമ്പടിച്ചിരുന്ന പ്രക്ഷോഭകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കഴിഞ്ഞ 10 ആഴ്ചയായി ബോസ്റ്റണിൽ തമ്പടിച്ചിരിക്കുന്ന പ്രക്ഷോഭകരെ പോലീസ് ഒഴിപ്പിച്ചു. പ്രക്ഷോഭകർ കെട്ടിയിരുന്ന ടെന്റുകൾ പോലീസ് പൊളിച്ചു നീക്കി. പിരിഞ്ഞുപോകാൻ തയ്യാറാകാത്ത നിരവധി പേരെ അറസ്റ്റ് ചെയ്തു നീക്കി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 100-ലധികം ആൾക്കാരാണ് 50 ടെന്റുകളിലായി കഴിഞ്ഞിരുന്നത്. It's about maturity and respect. Throwing away the mess, but not the message. The point isn't let's all sleep out in tents. The point is like beyond that. The point is there's a real problem in our democracy. പാർക്ക് ഒഴിയാൻ പോലീസിന് 1 മണിക്കൂറിൽ താഴെ മാത്രമേ വേണ്ടി വന്നുള്ളൂ. പാർക്കിൽ നിന്ന് അറസ്റ്റ് ചെയ്തവർക്കെതിരെ അതിക്രമിച്ചു കടന്നതിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തു. വ്യാഴാഴ്ച അർദ്ധരാത്രിയായിരുന്നു പ്രക്ഷോഭകർക്ക് ഒഴിഞ്ഞുപോകാനുള്ള അവസാന സമയമെന്ന് മേയർ തോമസ് മെനീനോ അറിയിച്ചിരുന്നു. ഈ സമയത്തും ഒഴിഞ്ഞുപോകാത്തവർക്കെതിരെയാണ് നടപടിയുണ്ടായത്. ബോസ്റ്റണിൽ നടക്കുന്ന സമാധാനപരമായ സമരത്തെ പോലീസിനെ കൊണ്ട് അടിച്ചമർത്തില്ലെന്ന് മെനീനോ നേരത്തെ പറഞ്ഞിരുന്നു. ബോസ്റ്റണിലെ പാർക്ക് ഒഴിയണമെന്ന ബുധനാഴ്ച കോടതി വിധി വന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ വാക്ക് മാറ്റിയത്. വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം അടിച്ചമർത്താൻ ഇതേ രീതി തന്നെയാണ് ന്യൂയോർക്ക്, ലോസ് ആഞ്ചൽസ്, ഫിലാഡൽഫിയ, സാൻ ഫ്രാൻസിസ്കോ എന്നിവിടങ്ങളിലും ഭരണാധികാരികൾ സ്വീകരിച്ചത്. സ്റ്റീവ് ജോബ്സിന്റെ സ്മാരകമായി ഹംഗറിയിൽ ബ്രോൺസ് പ്രതിമ. എർണോ ടോത്താണ് സ്റ്റീവ് ജോബ്സ് പ്രതിമയുടെ ശില്പി. ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാളും മുൻ സിഇഒയുമായിരുന്ന സ്റ്റീവ് ജോബ്സിന്റെ പ്രതിമ സ്ഥാപിച്ചു. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലാണ് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ഡിസംബർ 21-നാണ് പ്രതിമ അനാവരണം ചെയ്യുന്നത്. ഹംഗേറിയൻ ശില്പിയായ എർണോ ടോത്ത് ആണ് പ്രതിമ നിർമ്മിച്ചത്. വെങ്കലത്തിൽ തീർത്ത ശില്പത്തിന് 220 കിലോഗ്രാം ഭാരവും 6 അടി ഉയരവുമുണ്ട്. ജീൻസും ക്യാൻവാസ് ഷൂവും വട്ടക്കണ്ണടയും കഴുത്തോളം ഉയർന്ന സ്വെറ്ററും ധരിച്ച രൂപത്തിലാണ് ശില്പം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. The concept was that we should only have a dynamic statue and not a static one. I watched footage of his lectures. He was an excellent lecturer, which you could see in the reactions of his audience. He moved dynamically all the time. Gestures were very important for him, and he always maintained contact with his audience. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഹംഗറി സ്റ്റീവ് ജോബ്സിനോട് ഇത്രയേറെ ആദരവും താൽപര്യവും കാട്ടിയത് ശ്രദ്ധേയമാണ്. ഹംഗറിയിലെ ഗ്രാഫിസോഫ്റ്റ് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് സ്റ്റീവ് ജോബ്സിന്റെ ശില്പനിർമ്മാണത്തിനുള്ള മേൽനോട്ടം വഹിച്ചത്. From him, what does it mean, information technology with human face? I met him personally almost 30 years ago, and it very much inspired us. And somehow we wanted to express
or appreciation for his contribution to the development of Graphisoft and to the successes of Graphisoft. And I believe to the successes of the world, because information technology changes the entire world, and he changed the information technology, giving it a human face. ആകാശവിസ്മയം തീർത്ത് ഈ വർഷത്തെ അവസാനത്തെ ചന്ദ്രഗ്രഹണം 51 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യത്തിലാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക. തെക്കേ അമേരിക്കയിൽ 2011 ആദ്യത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന്റെ ദൃശ്യങ്ങൾ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കാണാനാവും. സൂര്യോദയത്തിന് തൊട്ടു മുൻപാണ് കാണാൻ സാധിക്കുക. തെളിഞ്ഞ ആകാശമാണെങ്കിൽ ചന്ദ്രഗ്രഹണത്തിന്റെ നിശ്ചല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുമെന്ന് ഗോൾഡൻ ഗേറ്റ് വെതർ സർവീസിലെ കാലാവസ്ഥാ നിരീക്ഷകൻ ജാൻ നൾ പറഞ്ഞു. മധ്യ അമേരിക്കയിലും ഈ ഗ്രഹണത്തിന്റെ ദൃശ്യങ്ങൾ കാണാനാകുമെങ്കിലും കൂടുതൽ വ്യക്തതയോടെ ദൃശ്യമാവുന്നത് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ഏഷ്യയിലും ഓസ്ട്രേലിയയിലുമാണ്. What happens with a lunar eclipse is that the Earth is directly between the Sun and the Moon, and what we're seeing is the shadow of the Earth crossing the illuminated face of the Moon, and as we see the shadow cross, more and more of the Moon will become dark until we reach totality, which is when the Earth's shadow is completely across the face of the Moon, and it will get a dark colour, red, brown, orangey colour, and that will last for about 1.25 hours. And then the shadow will move away then, and then the eclipse is over. ഗ്രഹണം തുടങ്ങുന്നതിന് മുൻപ് ചന്ദ്രൻ അസ്തമിക്കുന്നതിനാൽ കിഴക്കൻ രാജ്യങ്ങൾക്ക് ഇത് ദൃശ്യമാവില്ല. പസഫിക് സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് പുലർച്ചെ 4:45 ചന്ദ്രൻ അപ്രത്യക്ഷമാവും. പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നത് രാവിലെ 6:05 മുതൽ 6:57 വരെയാണ്. സ്കൈ ആൻഡ് ടെലസ്കോപ്പ് മാഗസീന്റെ അഭിപ്രായ പ്രകാരം ചന്ദ്രൻ പൂർണ്ണഗ്രഹണത്തിലാകുമ്പോൾ ഓറഞ്ച് നിറത്തിലും ചുവപ്പ് നിറത്തിലും രക്തചുവപ്പാർന്ന തവിട്ട് നിറത്തിലും കാണാനാകുമെന്ന് പറയുന്നു. പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ മറയുന്നുവെങ്കിലും സൂര്യന്റെ പ്രകാശം ഭൂമിയുടെ വശങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നതിനാൽ നേരിയ വെട്ടത്താൽ ചന്ദ്രൻ പ്രകാശിതമാകുമെന്നാണ് ശാസ്ത്രീയ അഭിപ്രായം. Cloud cover, which we hope we won't tonight, but it's looking a bit bad at the moment. If you don't have cloud cover, you can see this event. It lasts for a fair amount of time, so it's not something you have to be out precisely at the right time to see. So, for example, comparing it with the total eclipse of the sun, it won't be as spectacular, but you'll see more of it. ഇനി അമേരിക്കക്കാർക്ക് ചന്ദ്രഗ്രഹണം കാണണമെങ്കിൽ 2014 ഏപ്രിൽ 15 കഴിയണം. അമേരിക്കൻ യുവജനത ചൂതുകളിയുടെ ലഹരിയിൽ. ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന യുവത്വം ചൂതുകളി എന്ന വിപത്തിൽ അടിമപ്പെടുന്നതായാണ് റിപ്പോർട്ട്. യുവാക്കളുടെ ചൂതാട്ടത്തെ ഒരു കളിയായി കാണാൻ കഴിയില്ല. ചൂതാട്ടമെന്ന വിനോദം യുവാക്കളിൽ ഉണ്ടാക്കുന്ന തെറ്റായ സ്വാധീനത്തിന്റെ ഭീകരത തിരിച്ചറിയുമ്പോഴേ അതിന്റെ ഗൗരവവും മനസ്സിലാകൂ. ഓരോ ദിവസവും ചൂതാട്ട കേന്ദ്രങ്ങളിൽ നിന്നും നിരവധി യുവാക്കളെ പോലീസ് പിടിക്കുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അതിശക്തവും വിശദവുമായ നിയമം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിയമപാലനം ഫലപ്രദമല്ല എന്നതാണ് സത്യം. അമേരിക്കയിലെയും യൂറോപ്പിലെയും ചൂതാട്ട ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ കലാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ചൂതാട്ടങ്ങൾ നിലനിന്നത് തന്നെ. അമേരിക്കയിൽ കാലിഫോർണിയ കേന്ദ്രീകരിച്ച് നടന്ന ചൂതാട്ടം തെരുവ് യുദ്ധങ്ങളായി പരിണമിച്ചതോടെ നിരോധനം നിലവിൽ വന്നു. നിരോധനത്തെ അതിജീവിക്കാൻ ചൂതാട്ട മാഫിയ പുതിയ വഴികൾ തേടിക്കൊണ്ടേയിരുന്നു. ലോട്ടറികളായിരുന്നു ഏറെക്കാലം നിയമത്തിന്റെ കണ്ണുകളിൽ നിന്നും രക്ഷ നേടി നിന്നിരുന്നത്. പിന്നീട് കുതിരപ്പന്തയത്തിന്റെ നാളുകളായിരുന്നു. ഓരോ വഴി അടയുമ്പോഴും മറ്റൊന്ന് തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഈ രംഗത്തിന്റെ പ്രത്യേകത. 1979 ബ്രിട്ടനിലും സമ്പൂർണ്ണ ചൂതാട്ട നിരോധനം നിലവിൽ വന്നതോടെയാണ് മാഫിയ മറ്റൊരു വഴി തേടിയത്. ഇന്ന് ലോകവ്യാപകമായി വിനോദ കേന്ദ്രങ്ങളായി തുറന്നിട്ടിരിക്കുന്ന കാസിനോകളാണ് ചൂതാട്ടത്തിന്റെ പുതിയ മുഖം. അമേരിക്കൻ സർക്കാരിന്റെ വരുമാനത്തിൽ $2200 മില്യൺ ഈ ഇനത്തിലാണ് വരുന്നത്. കാസിനോകളുടെ നികുതി ഇനത്തിലെ ഏകദേശ കണക്കുകൾ മാത്രമാണിത്. നേരിട്ടും അല്ലാതെയും ചൂതിന്റെ വരുമാനം ഖജനാവിലേക്ക് ഒഴുകുമ്പോൾ നിയമം വഴിമാറുന്നു. ഇത്തരത്തിൽ നിയമം കണ്ണടയ്ക്കുമ്പോഴാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അമേരിക്കൻ യുവത്വം ചൂതാട്ടത്തിന്റെ ലഹരിയിലേക്ക് പറന്നെത്തുന്നത്. Yeah, I think I do have a problem with gambling. Probably started when I was 19. I actually get to go into the casino. I see all the slot machines. I've watched other people win big
I don't know. I just always wanted to be that person that walked out of the casino with, the $1,000 or, hey, I only brought $20 in and look what I'm leaving with, and it never ends up that way. Every time I go to the casino, I will be successful in winning, maybe another few $100s or whatever the case may be. So. ചൂതാട്ടം യുവാക്കളെ മാനസിക രോഗികളാക്കി മാറ്റുന്നു എന്ന് വിദഗ്ധർ സമർത്ഥിക്കുന്നു. I have made mountains of money and I have lost craters of money. It's been horrible. It's been horrific. The stories are black. The results blacker. Gambling is certainly a heinous crime. It is categorically a devastating disease. And I use the word disease because the Canadian government and the Minister of Health back in 1999 termed the word gambling a disease. As a practicing gambling therapist, I'd like to help. I don't profess to know it all. What I do profess to do is to talk the talk and to walk the walk. ചൂതാട്ടം ശീലമാക്കിയവർ ആദ്യം പുകവലിയിലേക്കും പിന്നെ മദ്യപാനത്തിലേക്കും വഴുതി വീഴും. പിന്നീട് തോക്കുപോലുള്ള ആയുധങ്ങളിലേക്ക് ശ്രദ്ധ തിരിയും. മനഃശാസ്ത്ര പഠനങ്ങൾ വളരെ ശാസ്ത്രീയമായി തന്നെ ഇത് തെളിയിച്ചു കഴിഞ്ഞു. They're more likely to binge drink, they're more likely to use marijuana, or more likely to be skipping school, and more likely to be depressed and have the suicidal attempts. ബഹുഭൂരിപക്ഷം കാസിനോകളിലും പ്രായപൂർത്തിയാകാത്തവർക്ക് വേണ്ടി രഹസ്യ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപാലനം പരാജയപ്പെടുന്നു. മുതിർന്നവരുടെ ചെയ്തികളെ വളരെ വേഗത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് യുവാക്കൾ കുറ്റകൃത്യങ്ങളിലേക്ക് വഴുതി വീഴുന്നത്. Person in my life that has an issue with gambling, probably the biggest one would have to be my grandma. And it's really weird when someone like your grandma, who's the centerpiece of your family, has a problem like that. We miss out on a lot of family dinners because my grandma's off gambling and stuff, and she has rooms comp, so she's gone like every weekend, and all her meals are paid for and everything. She is a heavy slot player machine. She doesn't really dabble in anything else gambling but slot machines. And when I say slot machines, it's not like the little you put in a penny, pull it, and that's it. She puts in like $5 to $20 at a time and goes from there. അമേരിക്കയിൽ മാത്രം 1500ഓളം കാസിനോകൾ നിലവിലുണ്ട്. കൊലപാതകം പോലുള്ള കുറ്റകൃത്യങ്ങൾ വളരെ നിസ്സാരമായി കരുതുന്ന ഒരു തലമുറ ലോകമാകെ വളർന്നു വരുന്നു എന്ന മനഃശാസ്ത്ര സത്യം ഓരോ മാതാപിതാക്കളും തിരിച്ചറിയണം. സ്വന്തം കുഞ്ഞ് ഇതിലൊന്നും ഉൾപ്പെടില്ലെന്ന അമിത വിശ്വാസം ആർക്കും പാടില്ല. യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ നല്ല മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അവരെ പ്രാപ്തരാക്കേണ്ടത് മുതിർന്നവരാണ്. ചെറുപ്പത്തിലെ അവരെ നയിക്കുക. ഇതിനെ സാംസ്കാരിക വേലിക്കെട്ടായല്ല, അധാർമികതയിലേക്ക് പോകാതിരിക്കാനുള്ള നിയന്ത്രണമായി കാണണം. വെർജീനിയ ടെക് വെടിവെപ്പിലെ പ്രതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. റോസ് ട്രുവറ്റ് ആഷ്ലിയെയാണ് സ്വയം നിറയൊഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വെർജീനിയ ടെക് യൂണിവേഴ്സിറ്റിയിൽ പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു. 22 വയസ്സുള്ള റോസ് ട്രുവറ്റ് ആഷ്ലെയാണ് വെടിവയ്പ് നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്ത ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി അരമണിക്കൂറിന് ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് റാഡ്ഫോർഡ് സിറ്റി പോലീസ് അറിയിച്ചു. എന്നാൽ എന്താണ് ഇങ്ങനെയൊരു പ്രകോപനത്തിന് കാരണമാക്കിയതെന്ന് ഇതുവരെയും വ്യക്തമല്ല. റാഡ്ഫോർഡ് സിറ്റിയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിൽ നിന്ന് തോക്ക് ചൂണ്ടി കാർ മോഷ്ടിച്ച കേസിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. റാഡ്ഫോർഡ് സർവകലാശാലയിലെ പാർട്ട് ടൈം വിദ്യാർത്ഥിയാണ് പ്രതി. അന്ന് മോഷ്ടിച്ച കാർ വെർജീനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2007ലും ഇതിന് സമാനമായ സംഭവങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നടന്നിരുന്നു. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. സെന്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾ സിറിയൻ ഓർത്തഡോക്സ് ഇടവകയുടെ നേതൃത്വത്തിൽ 24-ന് ക്രിസ്മസ് ആഘോഷിക്കും. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി 16 മുതൽ 18 വരെ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള കരോൾ സംഘം ഭവനങ്ങൾ സന്ദർശിക്കും. ഡിട്രോയിറ്റ് എക്യൂമെനിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 25-ന് ഡിവൈൻ പ്രോവിഡൻസ് ലിത്തുവാനിയൻ കാത്തലിക് ചർച്ചിൽ ക്രിസ്മസ് ആഘോഷിക്കും. ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഫാദർ ജോർജ് എളമ്പാശ്ശേരിൽ
ഷൈനി ജോൺ, റവറൻ ഫാദർ സുനോജ് മാലിയിൽ എന്നിവർ സംസാരിക്കും. തയ്യൽ പി വർഗീസ് ഫിലാഡൽഫിയയിൽ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം 12-ന് സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ നടക്കും. തുമ്പമൺ വടക്കേക്കര പേഴുംകാട്ടിൽ PS ഉമ്മൻ ഹൂസ്റ്റൺ പാസഡീനയിൽ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം തുമ്പമൺ ബഥേൽ മാർത്തോമ പള്ളിയിൽ നടന്നു. അരിസോണ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 11-ന് ഫീനിക്സിലെ ഇന്തോ അമേരിക്കൻ കൾച്ചറൽ സെന്ററിൽ ക്രിസ്മസ് ആഘോഷിക്കും. ഇതോടനുബന്ധിച്ച് വിവിധ കലാസാംസ്കാരിക പരിപാടികൾ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാക് സൈനികർ കൊല്ലപ്പെട്ട സംഭവം. US ഷംസിയിലെ വ്യോമസേനാ താവളം ഒഴിയുന്നു. ഫിലിപ്പൈൻസിൽ യാത്രാ വിമാനം തകർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടു. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്ന വർഷം. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.